സിനിമകളുടെ റിവ്യൂ എല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ചെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരാളാണല്ലോ സന്തോഷ് വർക്കി എന്ന ആറട്ടൻ. പുള്ളിക്കാരനെ ഉളിയന്നൂർ പെരുന്തച്ചൻ കുലദേവത ക്ഷേത്രത്തിൽ ഭാരവാഹികൾ ആദരിച്ചിരിക്കുകയാണ്. വെറും ആദരിക്കലല്ല, പൊന്നാട അണിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ മൊമന്റോ നൽകിക്കൊണ്ടുമാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറട്ടനെ പോലെയുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തി ആ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ ഒരു പരിപാടിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്വാമിജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാൽ തൊഴുത് വന്നിച്ചിട്ടൊക്കെയാണ് ആറട്ടണൻ ഈ ഒരു പരിപാടിയിലേക്ക് കയറി വരുന്നതും ആ ഒരു ആദരിക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനല്ല. ഈ ഒരു സന്തോഷ് വർക്കി ആദരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ വീഡിയോ ഒട്ടേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വൈറലായിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോയുടെ താഴെയും ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് ആറട്ടണനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നെഗറ്റീവ് കമന്റ് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നാട്ടിൽ, അതായത് ഉളിയന്നൂർ എന്ന പറഞ്ഞ നാട്ടിൽ അത്രമാത്രം അധപ്പതിച്ചു പോയോ എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ള സോഷ്യൽപരമായിട്ടുള്ള യാതൊരു ഉപകാരവും ഇല്ലാത്ത ഈ ഒരു ആളെ ഈ ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ട് മൊമന്റോയും പൊന്നാടിയും അണിയിച്ചുകൊണ്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആദരിക്കാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ്. ആ ഒരു നാട്ടിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ, അതല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അതല്ലെങ്കിൽ ഒരു അധ്യാപകരോ അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇതുപോലെയുള്ള സൊസൈറ്റിയിൽ യാതൊരു ഉപകാരവും ഇല്ലാത്ത ഇതുപോലത്തുള്ള ആളുകളെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് കുറച്ചെങ്കിലും ഒരു പബ്ലിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചു എന്ന് ആലോചിക്കുമ്പോഴാണ് അത് വളരെയധികം വേദനാജനകമായി തോന്നുന്നത്. കാരണം ഒരുപാട് സൊസൈറ്റിയിൽ ഉപകാരമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഇതുപോലെ കേവലം ഒരു ഷോയ്ക്ക് വേണ്ടി കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് വേണമെങ്കിൽ